ഹായ് ഹലോ ഇറ്റ്സ് മീ സജ്ന സഹറാസ്. ഇൻസ്പയറിന്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഒരു 2024 എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ ഒരു മസ്റ്റായിട്ട് നമ്മുടെ സൊസൈറ്റിയിലായി. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിന് പ്രീ സ്കൂൾ? ഞങ്ങൾ പ്രിപ്പയറിംഗ് ഫോർ ദ സ്കൂളിംഗ് എന്നാണ് ഞങ്ങളുടെ പ്രീ സ്കൂളുകാരുടെ ഒരു ഇത്. അപ്പൊ എൻ്റെ മൂത്ത മകൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിന്ന് സജസ്റ്റ് ചെയ്ത പേരാണ്. കൊറോണയുടെ ആദ്യത്തെ വർഷം വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംരംഭകയാകുക എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ 40കളിൽ ഒരു സംരംഭം തുടങ്ങുകയും 13 വർഷക്കാലം അത് മുന്നോട്ട് കൊണ്ടുപോയി വിജയകരമായി തുറന്നു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മോടൊപ്പം ആ വിജയകഥ ഷെയർ ചെയ്യുന്നത് ടൈറോസ് പ്രീ സ്കൂളിന്റെ ഡയറക്ടറായ ഷിനി മാത്തൂർ ആണ്. മാം, വെൽക്കം ടു അവർ ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. നമസ്കാരം മാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മാമിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളിലേക്ക് പോകാം. മാമിന്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ നാട് മുളന്തുരുത്തി, എറണാകുളം ജില്ലയിൽ തന്നെയുള്ള. ഓക്കെ. എൻ്റെ ഫാദറും മരിച്ചുപോയി, മദറുണ്ട്. ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ പഠിച്ചത് എറണാകുളത്ത് സെൻറ്റ് തെരേസസിലാണ്, സ്കൂളിങ്ങും കോളേജും. ഓക്കെ. എൻ്റെ 22 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ച് പിറവത്തിനടുത്തുള്ള കാക്കൂർ എന്നുള്ള സ്ഥലത്തേക്കാണ് എന്നെ വിവാഹം കഴിച്ചത്. ജനിച്ചു വളർന്നതൊരു ബിസിനസ് കുടുംബത്തിലായിരുന്നു. കല്യാണം കഴിച്ചതും ഒരു ബിസിനസ് കുടുംബത്തിലേക്കായിരുന്നു. അന്നത്തെ കാഴ്ചപ്പാട് വെച്ച് നമുക്കൊരു ഡിഗ്രി അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞാൽ വിവാഹം, അന്നത്തെ കൺസെപ്റ്റ് അതായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞു. ഫാമിലി ലൈഫ് തുടങ്ങി. കുട്ടികൾ 2 പേര്. അവരെന്ത് ചെയ്യുന്നു? ഒരു മൂത്തയാള് MS കഴിഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റ്, എൻ്റെ ഫാമിലി ആയിട്ട് കോൺട്രാക്ടേഴ്സ് ആണ്. അവനൊപ്പം കൺസ്ട്രക്ഷൻ ഗവൺമെന്റ് കോൺട്രാക്ട് ആയിട്ട് ഇത് ചെയ്യുന്നു. ഇളയാളെ MBA കഴിഞ്ഞു. 1 വർഷമായിട്ട് എൻ്റെ കൂടെ ഈ ഫീൽഡിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബിസിനസ് കുടുംബത്തിൽ ജനിച്ച് ബിസിനസ് കുടുംബത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുമായിരിക്കും അല്ലെ? ഞങ്ങളുടെ ചെറുപ്പകാലത്തിലുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുക എന്ന് എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും എപ്പോഴും അങ്ങനെ ഒരു പബ്ലിക് ലൈഫ്, സോഷ്യലി ഇടപെടാൻ താല്പര്യം. അതെ, സോഷ്യലി ഇടപെടാൻ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു സമയമൊന്നുമില്ല. അവരെ നന്നായിട്ട് ഒരു വീട്ടമ്മയായിട്ട് മാത്രം പക്ക വീട്ടമ്മയായിരുന്നു. ഏതായാലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, സോഷ്യലി ഇടപെടുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നോ? വർക്ക് ചെയ്യുക എന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോഷ്യലൈസേഷൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടുന്നതിനോട് എനിക്ക് അത്രയൊരു ഇത് തോന്നിയില്ല. പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണെങ്കിലും ഒരാൾ എറണാകുളത്ത് തന്നെ ബൊട്ടിക്കാണ്, മറ്റേ സിസ്റ്ററും മൂത്ത സിസ്റ്ററും ചെറിയൊരു എഡ്യൂക്കേഷൻ അബാക്കസിൻ്റെ ഇതൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൂത്ത മോൻ 10th രണ്ടാമത്തെ മോൻ 7th ആയപ്പം അവർ ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെ ഞാൻ വലിയ സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു റോള് കുറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡുമായിട്ട് പറഞ്ഞു, എനിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഫ്രാഞ്ചൈസി ഇങ്ങനെ ടൈം കിഡ്സ് എടുക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. ഓക്കെ. ഞാനപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈറോസ് പ്രീ സ്കൂൾ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും പ്രീ സ്കൂൾ ആണെന്നുള്ളത്. പക്ഷേ എന്താണ് ടൈറോസ് പ്രീ സ്കൂൾ, എന്തുകൊണ്ട് ടൈറോസ് പ്രീ സ്കൂൾ എന്നുള്ളതൊന്ന് മാം പറയാമോ? ഞാൻ തുടക്കത്തിൽ 2010 ഞാൻ ഫ്രാഞ്ചൈസി ആയിട്ടാണ് തുടങ്ങിയത്. എനിക്ക് എന്ത് ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണമെന്നോ എങ്ങനെയെന്നുള്ള എൻ്റെ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഞാൻ സന്തോഷമായിട്ടിരിക്കുക, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ കുട്ടികളെ എനിക്ക് തോന്നുന്നു സിസ്റ്റമാറ്റിക് ആയിട്ട് വളർത്താനായിട്ട് എനിക്കറിയാമെന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ടൈം കിഡ്സിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് മൂവാറ്റുപുഴയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ആ ഒരു ഇപ്പോഴത്തെ ഒരു 2024 എന്ന് പറയുമ്പോൾ പ്രീ സ്കൂൾ ഒരു മസ്റ്റായിട്ട് നമ്മുടെ സൊസൈറ്റിയിലായി. 2010 എറണാകുളം സിറ്റിയിലെല്ലാം അങ്ങനെയായിരുന്നു കാണും. പക്ഷെ ഞങ്ങളെപ്പോലെ ഞാൻ കുറച്ച് പിറവത്താന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ മൂവാറ്റുപുഴയാണ് ഞാൻ തുടങ്ങിയത്. ആ സമയത്ത് സബർബ്സിലേക്ക് ഒട്ടും ഒരു പ്രീ സ്കൂളിന്റെ കൺസെപ്റ്റേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിന് പ്രീ സ്കൂൾ? നമുക്ക് എൻക്വയറി വരുമ്പം അവര് ചോദിക്കുന്ന 2 വയസ്സോ 3 വയസ്സായ കുട്ടിക്ക് ഇത്ര പൈസ സ്പെൻഡ് ചെയ്ത് എന്തിനാണ് പ്രീ സ്കൂളിൽ വിടുന്നത്? 4 വയസ്സാകുമ്പോൾ ഡയറക്റ്റ് LKG വിട്ടാൽ പോരെ എന്നതായിരുന്നു. ആ
ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇപ്പൊ അതൊരു മസ്റ്റാന്ന് ഞങ്ങളുടെ ഏരിയയിലും ആക്കിയെടുക്കാൻ അതൊരു കമ്പൽസറി ആയിട്ട് മാറി. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുപോലെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുള്ളത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു 6 വർഷമാണ് ഞങ്ങളുടെ കയ്യിൽ കുട്ടികളെ കിട്ടുന്നത്. അപ്പൊ ആ സമയത്ത് സിസ്റ്റമാറ്റിക് ആയി അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് സപ്പോർട്ടീവായിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ആ കുട്ടിക്ക് അതൊരു നല്ലത് തന്നെയായിരിക്കും ഭാവി ഇതിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ. ഞങ്ങൾ പ്രിപ്പയറിംഗ് ഫോർ ദ സ്കൂളിംഗ് എന്നാണ് ഞങ്ങളുടെ പ്രീ സ്കൂളുകാരുടെ ഒരു ഇത് തന്നെ. ടൈറോസ് അതിന്റെ ഒരു മീനിങ് എന്താണ്? ബിഗിനർ എന്നാണ് അതിന്റെ മീനിങ്. അത് ഞാൻ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട്സും എല്ലാം ചെയ്യാനായിട്ട് ഒരു പേരിന്റെ ആവശ്യമുണ്ട് ആ എഗ്രിമെന്റിലാണെങ്കിൽ. അപ്പൊ എന്റെ മൂത്ത മകൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിന്ന് സജസ്റ്റ് ചെയ്ത പേരാണ് ബിഗിനർ. അതായത് ഞങ്ങൾ തുടക്കക്കാരെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, 1 വയസ്സുള്ള കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു മീനിങ്ങിനോട് യോജിച്ച ഒരു പേരിട്ടത് മകന്റെ ഒരു സെലക്ഷൻ ആണ്. മകന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോ ആരെങ്കിലും എതിർ നിന്നിരുന്നോ? ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നോ? ഫാമിലിയിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു. ഹസ്ബൻഡാണ്. പലരും ചോദിച്ചു ഇത് മണ്ടത്തരല്ലേ, എന്തിനാണ് ഇപ്പൊ ഒരു പ്രീ സ്കൂൾ അന്ന് തുടങ്ങുമ്പോൾ ഒരു 7 lakhs-ഓളം ഇൻവെസ്റ്റ് വരും ഒരെണ്ണത്തിന്. അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരു മണ്ടത്തരല്ലേ, എന്തിനാ വെറുതെ ഒരു ഇതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. അത് ഒരു കുഴപ്പമില്ല, ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണെങ്കിലും ഫസ്റ്റ് 3 years ലോസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് എനിക്ക് 4 സ്റ്റാഫുണ്ട്, ഞാനുണ്ട്, റെന്റഡ് ഹൗസ്, ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ 9 കുട്ടികളാണ് തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ എനിക്ക് ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും തന്ന് എന്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് വരാനായിട്ട് പറ്റിയത്. ശരിക്കും അങ്ങനെ ഹസ്ബൻഡ്സ് ഉണ്ടായാലും വളരെ കുറവാണ്. ഉള്ളവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാലും അത് ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നൊരു മെന്റലി സപ്പോർട്ടും കൂടെ തരുന്നവർ വളരെ കുറവാണ്. അപ്പം ആക്ച്വലി മാം ലക്കിയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ പിന്നെ അത് തുടർന്നുകൊണ്ട് പോയപ്പം ഒരു 9 കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ 9 കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്തു, 7 lakhs ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഒരു നഷ്ടം വന്നപ്പോൾ മാമിന് നിർത്താമായിരുന്നു എവിടെയെങ്കിലും തോന്നിയിരുന്നോ? എനിക്ക് നിർത്തണം എന്ന് തോന്നിയില്ല. ഫസ്റ്റ് ഞാൻ എൻ്റെ ആദ്യത്തെ 2 വർഷം കൊണ്ട് ഞാൻ എങ്ങനെ പ്രീ സ്കൂളിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് നന്നായിട്ട് പഠിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ എടുത്തത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവ്സിനെ കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഒരു സംരംഭയ്ക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണല്ലോ. നെഗറ്റീവ്സിനും പോസിറ്റീവ്സിനെ കണ്ടുപിടിച്ച എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് നമ്മൾ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ഒരു സംരംഭയ്ക്ക് ഏറ്റവും വേണ്ട ഒരു അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മാമിനുണ്ട്. ഇപ്പം ഈ ടൈറോസിലെ കാര്യം പറയുകയാണെങ്കിൽ ടൈറോസ് പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൺസെപ്റ്റ് ആ ഒരു വെച്ചിട്ട് നോക്കുമ്പോൾ 4 to 5 അങ്ങനത്തെ ആ ഒരു ഏജിലേക്ക് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ പ്രീ സ്കൂൾ, നമ്മുടെ ടൈറോസിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഏത് ഏജ് കാറ്റഗറിയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ഞങ്ങൾ 1 year കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളെ തൊട്ടുണ്ട്. 1 year to 2 year എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡേ കെയറിന് തന്നെ കൊടുക്കുന്നുള്ളൂ. അതിനെന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ വർക്കിംഗ് പാരന്റ്സ് അവർക്കപ്പം നമ്മളെ അടുത്ത് വിശ്വാസമായിട്ട് ഏൽപ്പിക്കാൻ പറ്റും. നമ്മുടെ അടുത്താവുമ്പോൾ നമുക്കതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് വളരെ ചെറിയ ഗ്രൂപ്പാണ്, അത് അധികം കുട്ടികൾ കാണില്ല. 2 to 3 എന്ന് പറയുന്നത് നമ്മൾ ടോഡ്ലേഴ്സ് എന്ന് പറയും. 3 to 4 പ്രീ KG, അതായത് കിൻഡർ ഗാർഡന് തൊട്ട് മുമ്പുള്ള കുട്ടികൾ, LKG, UKG. 4 sections ആയിട്ടാണ് നമ്മളത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നമുള്ള അല്ലെങ്കിൽ അസുഖമുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ അവരങ്ങനെ നമ്മൾ എടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഇതാണെങ്കിൽ എടുക്കാറുണ്ട്. ചിലരുണ്ട് അപ്പോൾ അവർ പറയും മെഡിക്കേഷൻ ഉള്ളതാണ്, അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് അവർ ഇത് ചെയ്യണം എന്ന് പറയും. പിന്നെ എപ്പോഴും പാരന്റ്സിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യണം എന്ന് പറയും. എന്നാലാണ് നമുക്കും അവരുമായിട്ട് ഇങ്ങനെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ അത് ആ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും അങ്ങനെ മാറ്റി നിർത്താറില്ല. അത് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളതും ഒത്തിരി നമ്പേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണൽസിന് ആവശ്യം വരും. അപ്പം നമ്മുടെ ടൈറോസിൽ എത്രത്തോളം പ്രൊഫഷണൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്?
അതായത് നമുക്കിപ്പോൾ ഈ ADHD ഒക്കെ ഉള്ള കുട്ടികളെ മൂവാറ്റുപുഴ തന്നെയുള്ളൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അവർക്ക് ഇത് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഈ സ്കൂളിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവരുടെ തെറാപ്പിസ്റ്റ് ഇല്ല, അവർക്ക് വേണ്ട കെയർ അവർ കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പാരൻസിൻ്റെ അടുത്ത് പറയാം, ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഒരു നിധി അല്ലെങ്കിൽ നമ്മുടെ ഒരു എല്ലാം ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് അവരെങ്ങനെയാണ് ഇപ്പം നമ്മുടെ ടൈറോസ് എങ്ങനെയാണ് കുട്ടികളെ കെയർ ചെയ്യുന്ന മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു 20 കിഡ്സ് എന്നാണ് വരുന്നത്. ഒരു ടീച്ചർ കാണും, ഒരു ആയ കാണും. അപ്പോൾ അവരാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് കൂടാതെ ഒരു മാനേജറുണ്ട് എല്ലാവരുടെയും ഇത് നോക്കുവാനായിട്ടും. അത് ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെയാണ് ഞാൻ പറയുന്നത്. വളരെ സിൻസിയറും ഡെഡിക്കേറ്റഡും ആയിട്ടുള്ള ഒരു സ്റ്റാഫുണ്ട്. എനിക്ക് ഒരു ടീം തന്നെയുണ്ട്. ഞങ്ങളുടെ ടീമാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. എത്രത്തോളം സ്റ്റാഫ് ടൈറോസിനുണ്ട്? എനിക്ക് മൂവാറ്റുപുഴ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അത് കാരണം അവിടെ ഒരു 25ഓളം ഉണ്ട്. 3 സ്ഥലത്തായിട്ട് എത്രത്തോളം സ്റ്റാഫ്? പിന്നെ കോലഞ്ചേരിയും പിറവത്തും 13 വെച്ചുകൊണ്ട്. എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു അറൗണ്ട് ഒരു 400 സെന്ററും കൂടി. അതായത് ഫ്രം 9 to 400 ആയി അല്ലേ? അതെ അതെ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം നമ്മളൊരു സർവീസ് എടുക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാന്നൊരു അതിനുപരി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വിശ്വസ്തരാടുത്ത് ഏൽപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തോന്നുക എന്ന് പറയുന്നത് തന്നെ അതിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ടൈറോസിന്റെ ഒരു ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ മാം? തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട് ഒരുപാട് പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ വരാറുണ്ട്. പക്ഷേ മറ്റ് പ്രീ സ്കൂൾ കൺസെപ്റ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിൽ വെച്ചിട്ട് എന്താണ് ടൈറോസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഐഡിയൽ ആക്കുന്നത് ടൈറോസിനെ? ഞങ്ങളുടെ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഞങ്ങൾ ഒരു കുട്ടി എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പം നമുക്ക് 20 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 20 പേരും 20 സ്വഭാവമായിരിക്കും. 1 to 1 നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന ഇപ്പം ഒരു കുട്ടീനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണെങ്കിൽ നമ്മൾ ആ പാരൻസുമായിട്ടും നമ്മൾ അങ്ങനെ ഒരു സംസാരിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് പാരൻസുമായിട്ട്. എനിക്കാണെങ്കിലും നല്ലൊരു റിലേഷൻഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ രണ്ടുപേരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയാലാണ് നമുക്കത് പോകാനായിട്ട് പറ്റും. അതെ അതെ, അതൊരു ബിസിനസ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഇതിൽ നമ്മൾ ലവും കെയറും എല്ലാം എഫെക്ഷൻ നമ്മൾ കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ ഈ ഒരു പാരൻസിനെ അവിടെ ആക്കാനും തോന്നുള്ളൂ അല്ലേ? അപ്പൊ ശരിക്കും ഒരു കുട്ടീനെ നമ്മൾ അവിടെ ആക്കുകയാണെങ്കിൽ ഇന്ന ടൈം, അങ്ങനത്തെ ഒരു ടൈം വെച്ചിട്ടുണ്ടോ? ഒരു ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ എന്നുള്ളതുണ്ടോ? അതെങ്ങനെയാ വരുന്നേ? നമുക്ക് 9:30 to 2:30 എന്നാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ടൈമിംഗ് വെച്ചേക്കുന്നത്. വർക്കിംഗ് പാരന്റ്സിന് നമ്മൾ ഡേ കെയർ പോലെ 8 to 5:30 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാം സെന്റ് തെരേസ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെന്റ് തെരേസയിൽ എന്തായിരുന്നു പഠിച്ചത്? BA സോഷ്യോളജി ആണ് കംപ്ലീറ്റ് ചെയ്തത്. MA പോയി എന്നുള്ളൂ, കംപ്ലീറ്റ് ചെയ്തില്ല. മാം അതുപോലെ പറഞ്ഞത് ഫ്രാഞ്ചൈസിയിലാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്നുമാണ് ഒരു ഓൺ ആയിട്ടുള്ള പ്രീ സ്കൂൾ ഒരു കൺസെപ്റ്റ് വന്നതിന്. അപ്പൊ ആ ഒരു ചേഞ്ച് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വരാനുള്ള ഒരു തോട്ട് എന്തായിരുന്നു? നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുള്ളൂ. അപ്പോൾ ചെയ്തപ്പോഴേ എനിക്ക് മാറ്റണം എന്ന് തോന്നിയ ചില ചേഞ്ചസ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴായിരിക്കും നമുക്ക് ഫ്ലെക്സിബിൾ ആവാനായിട്ട് പറ്റുള്ളൂ കൂടുതൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഫ്രാഞ്ചൈസി വേണ്ട എന്ന് വെച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ചെയ്തത്. തുടക്കത്തിൽ എനിക്ക് ഒരു ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യത്തെ 2 വർഷം നഷ്ടം എന്ന് പറഞ്ഞല്ലോ. 3-ാമത്തെ വർഷം 2 വർഷത്തിന് ശേഷം തന്നെ ഞാൻ ഒരെണ്ണവും കൂടി ഫ്രാഞ്ചൈസി തുടങ്ങിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുന്ന അപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നിയ കാരണം ഞാൻ 2ാമതൊരു ഫ്രാഞ്ചൈസിയും കൂടി എടുത്തായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം 3ാമതൊരെണ്ണം കൂടി തുടങ്ങി. അങ്ങനെ 3 സെന്റർ ഉണ്ട്. 3 സെന്റർ. ഇപ്പം നേരത്തെ പറഞ്ഞ 4 കാറ്റഗറി ആയിട്ടാണ് മാം അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അതിൽ വേറെ കാറ്റഗറി തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓൾറെഡി നമ്മൾ 2nd വരെ ആയിട്ടുണ്ട്, 2nd സ്റ്റാൻഡേർഡ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു സ്കൂൾ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു വലിയ സ്കൂളായിട്ട് സംഭവിക്കട്ടെ എന്തായാലും. അതുപോലെ മാം ഇപ്പം നമ്മുടെ ടൈറോസിൽ ഇപ്പം ഇത്രയും സ്റ്റുഡൻസ്, ഇത്രയും കുട്ടികൾ കുഞ്ഞുവാവലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ലൈക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, പാരൻസിനെ കണക്ട് ചെയ്തിട്ട് കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ടൈറോസിന് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് വന്നേക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കുമ്പോൾ വീണിട്ടുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഇത് ചെയ്യും, ഇൻഫോം ചെയ്തിട്ട്
തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. മുറിവുകൾ അങ്ങനെ ചെറിയ പൊട്ടി വീണ് അങ്ങനത്തെ ഇതെല്ലാം. ഒത്തിരി വലിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും ദൈവത്തിന്റെ കൃപയാൽ വന്നിട്ടില്ല. മാം ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ടൈറോസിന്റെ ഒരു ഫ്രാഞ്ചൈസി വേണമെന്നൊരാൾ വന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. ഓൾറെഡി നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. എനിക്ക് എൻ്റെ ആ ഒരു പേര് എൻ്റെ ഇതിൽ തന്നെ നിന്നാൽ മതി എന്ന്, എനിക്ക് ഫ്രാഞ്ചൈസി വേണമെന്നില്ല. പക്ഷെ നമുക്ക് കൺസൾട്ടേഷൻ പോലെ കൊടുക്കാം. അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. എങ്ങനെ ഒരു പ്രീ സ്കൂള് അല്ല, ഞാൻ എന്താണോ എൻ്റെ സ്കൂളിൽ ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് അവരുടെ പേരിൽ മാത്രം അല്ലേ? അതെ. വേറൊന്നും ഉണ്ടാവില്ല. ടൈറോസിന്റെ ഞാൻ ചിലപ്പോ പുതിയ ബ്രാഞ്ചസ് തുടങ്ങും, അല്ലാതെ എനിക്ക് പുറത്താർക്കും കൊടുക്കണമെന്നില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു 3 ബ്രാഞ്ച് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങാൻ താല്പര്യമുണ്ടോ? തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇളയ മകനും എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തുണ്ട് ഇപ്പം. അപ്പൊ ഞങ്ങക്ക് ബ്രാഞ്ചസ് കൂട്ടണം എന്നാണ് ആഗ്രഹം. അപ്പം ഇനി എവിടെ വരാനാണ് ചാൻസ്? പതുക്കെ തൃപ്പൂണിത്തുറ ആ ഒരു ഭാഗത്തേക്ക്. തീർച്ചയായിട്ടും എറണാകുളം ഡിസ്ട്രിക്റ്റ് ആകുമ്പം കൂടുതൽ അവർക്ക് ആവശ്യക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. എറണാകുളം മാത്രമല്ല, പക്ഷേ ഇതൊരു മെട്രോ സിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ നമുക്ക് അതിന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ഇനി ഒരുപാട് ടൈറോസുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ടൈറോസിൽ ഇത്രയും മാം ഒരു 13 വർഷക്കാലം ഇങ്ങനെ ഇത് കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ ഇൻപുട്സ് ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? അതായത് നമ്മൾ ഹോം മേക്കർ എന്ന് പറയുമ്പോൾ 24 hours നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു 5 മണിക്കൂറോളം അല്ലെങ്കിൽ 3 to 5 hours ഞാൻ മാറേണ്ടി വരും. പക്ഷേ അവര് എന്നോടൊരു ഞാൻ മാറുന്നതിനൊരു ബുദ്ധിമുട്ടോ പറഞ്ഞിട്ടില്ല. ഞാനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എല്ലാ റോളുകളും ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് തന്നെയൊന്നും ഉണ്ടായിട്ടുള്ളൂ. നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പാരന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സും ഞാനും ഒന്നിച്ചായിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഇല്ല, എന്നാലും 4 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവരുള്ളപ്പോഴാണെങ്കിലും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമൺ ഓൺട്രപ്രണർ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടും. തുടക്കത്തിൽ എനിക്ക് ഒന്നും പറ്റില്ലാത്ത ഒരു ഇതിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. മാം പറഞ്ഞിരുന്നല്ലോ ഫ്രാഞ്ചൈസി ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്രാഞ്ചൈസി എത്രണ്ണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? 2 ഫ്രാഞ്ചൈസി. 2 എണ്ണം. എത്ര കൊല്ലം? 8 വർഷം. ആ 8 വർഷത്തോളം ഫ്രാഞ്ചൈസിയിൽ പോയിട്ട് എപ്പോഴാണ് ഫ്രാഞ്ചൈസിന്ന് മാറി ഒരു ഓൺ ചെയ്യണം തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ഈ സ്കൂളിന്റെ ഇത് തുടങ്ങിയ പിന്നെ ബിസിനസ് ട്രെയിനിങ് പോലെയുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് അങ്ങനെ ഒരു 4 ദിവസത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ കംഫർട്ട് സോണിൽ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് പോകും. കംഫർട്ട് സോണിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. പക്ഷെ ഒരു ബിസിനസ്സിന് അതാന്ന് തോന്നി. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് റിസ്ക് സോണിലേക്ക് എത്തി. അപ്പോഴാണ് ശരിക്കും കംഫർട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞല്ലേ? അതല്ല, നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തം ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട്. ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിൽ നിന്നപ്പോഴാണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തപ്പോഴാണോ മാമിന് കൂടുതൽ ഒരു കോൺഫിഡൻസ് തോന്നിയത്? ബ്രാൻഡ് നെയിം സ്വന്തമാക്കി തുടങ്ങിയ പിന്നെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി സ്വന്തം ആ ഒരു ബ്രാൻഡിൽ വന്നപ്പോൾ കോൺഫിഡൻസ് കുറച്ചും കൂടി അല്ലേ? പക്ഷെ റിസ്ക് കൂടിയോ ഇല്ലയോ? റിസ്ക് കൂടും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തുടക്കത്തില് നല്ല റിസ്ക് തന്നെയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിനോട് കിടപിടിക്കുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ റിസ്ക് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഈ റിസ്ക് എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരുപോലെ റിസ്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ടൈമാണ് കൊറോണ ടൈം എന്ന് പറയുന്നത്. ആ കൊറോണ ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ ടൈറോസ് പ്രീ സ്കൂൾ മാനേജ് ചെയ്തത്? ഞങ്ങള് മാർച്ചിൽ ഒരു 10-ാം തീയതിയാന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൌൺ വരുന്നത്. അപ്പൊ സ്കൂൾസ് എല്ലാം ക്ലോസ് ചെയ്തു. നമ്മൾ ആ ഇയർ എൻഡിങ്ങിലെ എക്സാം പോലെയുള്ളതോ ഒന്നും നടത്താനായിട്ട് പറ്റിയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നേരത്തെ ആ ബിസിനസ് ട്രെയിനിങ്ങിൻ്റെ എന്ന് പറഞ്ഞ പോലെ അതിൽ കുറെ ഓൺലൈനിൽ സൂമിൽ ഇതുണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ സൂം തന്നെ നമുക്കും ചെയ്തുകൂടാ. അപ്പൊ
അപ്പം ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ പാരൻസിനെല്ലാം ആ സമ്മറിൻ്റെ ടൈം ഏപ്രിൽ മെയ്യിൽ പറഞ്ഞു നമ്മളൊരു 2 വീക്സിൻ്റെ ഇത് ക്ലാസ്സസ് പോയിട്ടില്ലല്ലോ, അപ്പോൾ സൂമിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ സൂമിലൊരു ഇത് ചെയ്യുന്ന ക്ലാസ്സസ് നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സിന് ട്രയൽ പോലെ. അപ്പൊ ടീച്ചേഴ്സിനും ആദ്യം ഒരു സൂമിൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 20 days ക്ലാസ് വെച്ചപ്പം നമ്മുടെ ടീച്ചേഴ്സിന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ട്രെയിനിങ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജൂണിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് പുതിയ അക്കാഡമിക്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും അപ്പോഴത്തേക്കും നല്ലതായിട്ടൊരു അവർക്കൊരു കോൺഫിഡൻസ് ആയി ട്രെയിനിങ് കിട്ടിയ ഒരു ഇതുപോലെ വന്നു. അത് കാരണം ഇപ്പം നഴ്സറി പ്ലേ ഗ്രൂപ്പിൽ നമുക്ക് ആരുമില്ല, നഴ്സറിയിലും നമ്മൾ ഓൺലൈൻ ക്ലാസ് വെച്ചു. കൊറോണയുടെ ആദ്യത്തെ വർഷം വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ കുറച്ചും കൂടി ഓൺലൈനിൽ എന്താണ് കൊടുക്കുന്നതെന്നാണ് ഈ പറഞ്ഞു. ആദ്യം ഞാൻ പ്രീ സ്കൂള് തുടങ്ങിയപ്പോഴത്തെ ക്വസ്റ്റ്യൻ തന്നെ അന്നും ഞാൻ ഫേസ് ചെയ്തു, നഴ്സറി കിഡ്സിന് ഓൺലൈനിൽ എന്ത് ചെയ്യാനാണ്. പക്ഷേ നഴ്സറി കിഡ്സിനാണെങ്കിലും അവർക്കും പ്രയോജനം ഉണ്ടായിരുന്നു. അതായത് കുറച്ചു നേരമെങ്കിലും അവരെന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇത് വെച്ച് LKG UKG സംബന്ധിച്ച് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല, നന്നായിട്ട് തന്നെ പോയി. പാരന്റ്സ് ആണെങ്കിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഫീല് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് എൻ്റെ സ്റ്റാഫ് തന്നെയാണ് ഞാൻ പറയുള്ളൂ, എന്റെ ടീമിനെ തന്നെയാണ് പറയുള്ളൂ. അത്രയും കോപ്പറേറ്റ് ചെയ്തു. അതുപോലെ അവർ അത്ര നന്നായിട്ട് അത് ചെയ്യുകയും ചെയ്തു. ഒരു കുട്ടിക്ക് പോലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരു കുറവ് ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ അവരും വളരെ എഫേർട്ട് ഇട്ട് ഇത് ചെയ്യും. തീർച്ചയായിട്ടും ഇനി ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ്, മാമിന്റെ ഭാഷ പറഞ്ഞ ഫ്രാഞ്ചൈസി ഇല്ല, ബ്രാഞ്ചസുകളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു മാം. ഒരു സ്ത്രീ സംരംഭക എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ ജന്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതല്ലാതെ പൊതുവായിട്ട് ലൈക്ക് കൊറോണ വന്ന പോലെ തന്നെ അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ? 2018 നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞങ്ങളുടെ സ്കൂള് 3 ദിവസം, അതായത് ഒരു 3 അടി പൊക്കത്തിൽ വെള്ളത്തിൽ കിടന്നു. അന്ന് എനിക്ക് നല്ലൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അതായത് നമ്മുടെ കെട്ടിടം അല്ലാതെ സകല സാധനങ്ങളും വെള്ളത്തിൽ പോകേണ്ട വന്നു. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. നമ്മുടെ കുട്ടികളുടെ എല്ലാം ബുക്സ് പോയി. ഞാൻ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും രണ്ടാമത് പൈസ വാങ്ങാതെ തന്നെ സകലർക്കും ഞാൻ പുതിയ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരെല്ലാവരും നമുക്ക് പൈസ തന്നതാണ് ബുക്സിന്റെ. പിന്നെ അവരും വെള്ളത്തിന്റെ ഇതില് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ചെയ്യാവുന്ന ഒരു ഇത് അതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ആ ലോസിനെ ഓവർകം ചെയ്തത് മാമിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് കൊണ്ട് തന്നെയല്ലേ? കാരണം ആ സമയത്ത് ഇതുപോലെ നമുക്ക് ഓണത്തിന്റെ വെക്കേഷനും കൂടിയായിരുന്നു. അപ്പൊ എനിക്ക് അന്നൊരു ഞാൻ വാശിയായിട്ട് ചെയ്ത ഒരു കാര്യം, അതായത് ഓണം കഴിയുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ വന്ന സ്കൂൾസിനെല്ലാം കുറച്ചും കൂടി അവധി നീട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊരു ചലഞ്ചായിട്ട് തന്നെ എടുത്തത്. ഇല്ല, നമ്മൾ സാധാരണ പോലെ ഓണം കഴിഞ്ഞ് റീ ഓപ്പണിങ് ചെയ്യും. ഞാൻ ഫുൾ ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്ത് നമ്മൾ വിമുക്തമാക്കണമല്ലോ കൊച്ചു കുട്ടികളും കൂടെ. അത് ചെയ്ത് എനിക്ക് ആ ഡേയിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റി. എക്യുപ്പിംഗ് ചിൽഡ്രൻ ഫോർ ലൈഫ്, ടൈറോസ് പ്രീ സ്കൂൾ. നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരു എഞ്ചിനീയർ ആക്കാനോ ഡോക്ടർ ആക്കാനോ കളക്ടർ ആക്കാനോ ശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യനാക്കാൻ, നല്ലൊരു ജീവിതം പഠിപ്പിക്കാൻ ശ്രമിക്കൽ കുറവാണ്. ടൈറോസ് പ്രീ സ്കൂൾ അതാണ് ചെയ്യുന്നത്. 13 വർഷത്തോളമായി 50ഓളം സ്റ്റാഫുകളുമായി 3000ഓളം കുഞ്ഞുങ്ങളെയാണ് ഒരു നല്ല മനുഷ്യനും ജീവിതം പഠിപ്പിക്കുവാനും അവർ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിലവർ വിജയം കൈവരിച്ചിട്ടുമുണ്ട്. ടൈറോസ് പ്രീ സ്കൂളിന്റെ ഡയറക്ടറായ ഷിനി മാത്തൂരാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇൻസ്പയറിന്റെ മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്.